ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടിൻ്റെ അകത്ത് പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എയർ കൊടുക്കാറുണ്ട്. അതായത് 4 ഇഞ്ചിനാണെങ്കിലും ഡ്രൈനേജ് സിസ്റ്റത്തിന്, അതായത് സെപ്റ്റിക് ടാങ്കിൻ്റെ വരുന്ന സ്മെല്ല് റിലീസായി പോകാൻ നമ്മളൊരു എയർ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ കിച്ചണിൻ്റെ സിങ്കിൽ നിന്നും എയർ റിലീസാവാൻ വേണ്ടിയിട്ട്, കുഴിയിൽ നിന്ന് എയർ റിലീസായി പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എയർ കൊടുക്കാറുണ്ട്. അതുമാത്രമല്ല, ഡ്രൈനേജ് സിസ്റ്റത്തിനാണ് കൂടുതലും കൊടുക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ഒഴുക്ക് വളരെ സുഗമമായിട്ട് പോകുന്നതിന്, ബ്ലോക്ക് കാര്യങ്ങളൊന്നും ഇല്ലാതെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എയർ സിസ്റ്റം കൊടുക്കുന്നത്. അപ്പോൾ അതിലൂടെ മാത്രമല്ല, കുഴിയിൽ നിന്ന് വരുന്ന സ്മെല്ല് കാര്യങ്ങൾ അതിലൂടെ റിലീസ് ആവുകയും ചെയ്യും. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എയറിൻ്റെ സിസ്റ്റം കൊടുക്കുന്നത്. അപ്പോൾ അതിന് എയർ കൊടുക്കാൻ വേണ്ടിയിട്ട് എയർകൗൾ എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത്, ഫിറ്റിങ്സിൻ്റെ. അതിന് വേണ്ടിയുള്ള ഡിവൈസാണ് ഈ കാണുന്നത്. ഇത് 2 ഇഞ്ച് എയർകൗളാണ്. പിന്നെ വരുന്നത് 1.5 ഇഞ്ചുണ്ട്. ഇത് 1.5 ഇഞ്ച് എയർകൗളാണ്. 1.5 ഇഞ്ച് എയർകൗൾ, 2 ഇഞ്ച് എയർകൗൾ, 4 ഇഞ്ച് എയർകൗൾ, ഇതാണ് ഇത് വരുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ എയർകൗൾ കൊടുക്കുന്ന സ്ഥലത്തിലൂടെയാണ് കൂടുതലായിട്ട് നമ്മുടെ കുഴിയിൽ നിന്ന് കൊതുക് കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. അത് വലിയൊരു പ്രശ്നമായി വരുന്നുണ്ട്. കാരണം വെച്ചാൽ ആദ്യമേയുള്ള ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ ഈ പറയുന്ന രീതി എയർകൗളിന് PVCയുടെ മെറ്റീരിയൽസാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ നെറ്റ്, ഇതിപ്പോൾ കാണുന്ന SS-ൻ്റെ നെറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഈ നെറ്റുള്ള ടൈപ്പ് എയർകൗൾ തന്നെ കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറേ നാളുകൾ കഴിയുന്ന സമയത്ത് PVCയുടെ ആണെങ്കിൽ, ഈ നെറ്റ് PVCയുടെ ആണെങ്കിൽ ആ PVCയുടെ നെറ്റ് ദ്രവിച്ചു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിലൂടെ കംപ്ലീറ്റ് കൊതുകുകൾ, കാരണം കുഴിയിൽ സെപ്റ്റിക് ടാങ്കിലാണെങ്കിലും നമ്മുടെ വേസ്റ്റ് കുഴിയിലാണെങ്കിലും സിങ്കിൻ്റെ വേസ്റ്റ് ആണെങ്കിലും അതിലെല്ലാം അതിന് ഒരുപാട് കൊതുക് കാര്യങ്ങളുണ്ടാവും. ഈ കൊതുക് കംപ്ലീറ്റ് പുറത്തേക്ക് വരുന്നത് വൈകിട്ടാവുന്ന സമയത്ത് കൊതുകിൻ്റെ ശല്യം കൂടുതൽ വരുന്നത് ഈ നെറ്റ് പോയതിന് സ്ഥലത്തായിരിക്കും. അതായത് നെറ്റ് പോയിട്ടുണ്ടെങ്കിൽ ആ നെറ്റ് വഴി പുറത്തേക്ക്, അതായത് ആ നെറ്റ് ഇല്ലാത്ത സ്ഥലം വഴി നമ്മുടെ കുഴിയിൽ നിന്ന് കംപ്ലീറ്റ് കൊതുകുകൾ പുറത്തേക്ക് വരും. അത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെറ്റലിൻ്റെ, അതായത് SS ആണ് വന്ന് തുരുമ്പ് പിടിക്കാത്ത രീതിയിലുള്ള മെറ്റലിൻ്റെ നെറ്റാണ് നമ്മളിപ്പോൾ വരുന്ന കംപ്ലീറ്റ് എയർകൗളിൽ കൊടുത്തിരിക്കുന്നത്. ആ 4 ഇഞ്ചാണെങ്കിലും 2 ഇഞ്ചാണെങ്കിലും 1.5 ഇഞ്ചാണെങ്കിലും ഏത് എയർകൗൾ കൊടുക്കുകയാണെങ്കിലും SS ഉള്ള ടൈപ്പ് എയർകൗൾ തന്നെ കൊടുക്കണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ എത്ര നാളുകൾ കഴിഞ്ഞാലും അത് തുരുമ്പ് പിടിച്ച് പോവുകയില്ല. SS ആയതുകൊണ്ട് ഒരു നെറ്റ് പോലെ അവിടെ നിൽക്കും. കമ്പിയുടെ ആയതുകൊണ്ട്, SS ആയതുകൊണ്ടും ഒരിക്കലും പോവില്ല. അതുമാത്രമല്ല, സ്ട്രോങ് ആയിരിക്കും. അതിൻ്റെ ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരിക്കലും കൊതുക് അതിൽ നിന്ന് പുറത്തേക്ക് വരികയില്ല. ആ കുഴിയിൽ നിന്ന് പുറത്തേക്ക് പോരാനും പറ്റില്ല. എന്നാൽ കുഴിയിൽ നിന്നുള്ള എയർ റിലീസാവുകയും ചെയ്യണം. അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം ചെയ്തിരിക്കുന്നത്. വളരെ കണ്ണി അടുത്തുള്ള, അതായത് ഓരോ കണ്ണികൾ അടുത്തുള്ള രീതിയിലാണ് ആ നെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നെറ്റ് വയ്ക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നെറ്റ് ഓൾറെഡി ഉണ്ടെങ്കിൽ കൂടിയും നെറ്റിൻ്റെ പൊസിഷൻ കറക്റ്റ് അല്ലെങ്കിൽ അതിലൂടെ കൊതുക് വരാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പോൾ SS ടൈപ്പുള്ള നെറ്റ് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ കൊതുകിൻ്റെ നല്ലൊരു ശതമാനവും നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. മാത്രമല്ല, കുഴിയിലുണ്ടാകുന്ന സ്മെല്ല് കാര്യങ്ങൾ അതിലൂടെ റിലീസാവുകയും ചെയ്യും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 90% ബ്ലോക്ക് നമ്മൾ എയർ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ വളരെ സുഗമമായിട്ട് സെപ്റ്റിക്കിലാണെങ്കിലും ഉണ്ടാകുന്ന ബ്ലോക്ക് കാര്യങ്ങൾ എയർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു നല്ല ശതമാനം നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. കാരണം മുകളിൽ നിന്ന് വരുന്ന, അതായത് നമ്മൾ വേസ്റ്റ് കാര്യങ്ങൾ തള്ളിപ്പോകുമ്പോൾ ആ പൈപ്പിൽ കിടക്കുന്ന എയർ ഏതെങ്കിലും വശത്തേക്ക് തള്ളിപ്പോയാൽ മാത്രമേ അതിൻ്റെ ഒഴുക്ക് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എയർ കൊടുക്കുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine, I drink straight, don't waste time to my place. I feel my